അപ്പോൾ വിജയിച്ചു സ്ഥാനാർത്ഥിയായിട്ടോ. ശരി. കുറവിലങ്ങാട് പഞ്ചായത്തിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സിന്ധു രവീന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിത്വം വലിയ ചർച്ചയായി. ആശാപ്രവർത്തകയിൽ നിന്നും സ്ഥാനാർത്ഥിയിലേക്ക് പിന്നെ ഒത്തിരി രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായത്? UDF ടിക്കറ്റിലല്ല മത്സരം? UDF ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി UDFിലേക്ക് മാറാനുള്ള കാരണം 8 മാസമായിട്ട് തിരുവനന്തപുരത്ത് ആശാസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഞാൻ പങ്കാളിയായിരുന്നു. 8-9 പ്രാവശ്യം ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോയി ആശമാർ. അപ്പോൾ UDFിൻ്റെ ഒരു വലിയ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആശമാർക്ക് എല്ലാവർക്കും സമരത്തിൽ പോകാൻ വേണ്ടിയിട്ട്. പാർട്ടിയോടല്ല നമ്മൾ മത്സരിച്ചത്, ആശാസമരമായിട്ട് നമ്മൾ സപ്പോർട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ UDFിൻ്റെ വലിയൊരു പിന്തുണ ഞങ്ങൾക്ക് എല്ലാ ആശമാർക്കും ഉണ്ടായിരുന്നു. ധൈര്യമായിട്ട് എല്ലാവരോടും പോകാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പോയി. അവരുടെ പിന്തുണയോടുകൂടിയാണ് പോയത് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ UDFിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. കൈപ്പത്തി ചിഹ്നം അവരുടെ UDFിൻ്റെ ടിക്കറ്റ് എനിക്ക് കിട്ടി. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കും മത്സരം. ചിഹ്നം തീരുമാനിച്ചില്ലല്ലോ. വീടുകളൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആശാപ്രവർത്തി ആയതുകൊണ്ട് എല്ലാ ദിവസവും പോകുന്ന സ്ഥലങ്ങളായിരിക്കും അല്ലേ? അതെ, വീടൊന്നും എനിക്ക് പരിചയപ്പെടുത്തേണ്ട. എല്ലാ ആൾക്കാരും എന്നെ അറിയുന്നവരും ഞാൻ അറിയുന്ന ആൾക്കാരുമാണ്. ചെല്ലുമ്പോൾ തന്നെ എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് എല്ലാവരും തരുന്നത്. പിന്നീട് ഈ ഒരു കാര്യം, ഭർത്താവ് CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ വീട്ടിൽ മറ്റൊരു രാഷ്ട്രീയമാണോ? എങ്ങനെയാണ് വീട്ടിലെ ഈ രാഷ്ട്രീയ അന്തരീക്ഷം? വീട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ? എൻ്റെ കൂടെ പ്രചരണത്തിനൊന്നും അദ്ദേഹം വരില്ല. മക്കളുടെ കട്ട സപ്പോർട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഏതായാലും നിന്നില്ലേ, ഇനി മത്സരിക്കാനാണ് പറഞ്ഞത്. അതെൻ്റെ തീരുമാനമാണ്. മത്സരിക്കുകയോ വേണ്ടയോ, ഏത് പാർട്ടിയിൽ പോകണം, ഏത് പാർട്ടിയിൽ നിൽക്കണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്തായാലും ആത്മവിശ്വാസം അങ്ങേറ്റാണ്. വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റാണല്ലേ? ആത്മവിശ്വാസമുണ്ട്. വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും അതുപോലെ നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പ്രതീകമായാണ് സിന്ധു ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കൂടാതെ അവരുടെ മത്സരത്തിന് ഒട്ടേറെ രാഷ്ട്രീയമുണ്ട്. കുറവിലങ്ങാട് നിന്നും ജോസി ബാബു, മീഡിയ 1.